ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടു കോൾഡ് മാമ. നമ്മൾ ഹീറോ പറഞ്ഞ ഒരു ഇന്ത്യൻ ഗേൾ, അത് മാത്രമല്ല ബോയ്സ് ഹീറോയിൻ്റെ മാമ പറഞ്ഞ മമ്മി പറഞ്ഞ ഇന്ത്യൻ ഗേൾ, ഡാഡി എല്ലാം ബിസിനസ് മെമ്പർ കൊറിയൻ ബോയ്സ്. അങ്ങനെ ഒരു ബിസിനസ് മെമ്പർ ഡാഡി, മമ്മി ഡാഡിയും ലവ് മാരേജാണ്. അതുകൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. ഹീറോ പറയാൻ ജോലിയായിട്ട് എൻജോയ് ഓടി പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ അമ്മ നിൽക്കും പ്രിയ ഓടരുത്, അമ്മ എന്നെ പിടി എന്ന് പ്രിയ ഇങ്ങനെ ഓടിപ്പോന്ന് പ്രിയ പിടിച്ച് അമ്മ എന്നമ്മ എനിക്ക് ലേറ്റായി, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഹീറോയിൻ ഓടിപ്പോയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ വായക്ക് തല കൈ വെച്ചു. ഇവളൊരു കാര്യം, എടി പ്രിയ എന്നമ്മ. ഇല്ലടി, ഇന്നൊരു കാര്യമുണ്ട് എന്നമ്മ. എൻ്റെ 7 മാമ വരാൻ പോവാം. ഇത് ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. എന്ത് മാമ പറഞ്ഞാൽ അതടി തമിഴ് പറഞ്ഞൊരു മാമാണ്. പോമ്മ അങ്ങനെയൊന്നും പറയണ്ട, 7 പേർ ഇവിടേക്ക് വരാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മാത്രമല്ല ഹാപ്പിയിൽ പറയാൻ തുടങ്ങിയായിരുന്നു. അത് മാത്രമല്ല ഹീറോ റിച്ചാണ്. അത് മാത്രമല്ല ഹീറോ പറയാൻ തുടങ്ങി, അമ്മ സത്യമാണോ അതടി വരാൻ പോകാമെന്ന് പറഞ്ഞ്. ഹീറോ പറഞ്ഞ കുറച്ച് റിച്ച് അത്രയാണ്, പിന്നെ സുമർ റിച്ചാണ്. അതിനായിട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി. ഹീറോയിൻ പറയാതെ പോകാം, എനിക്ക് കുറച്ച് ലേറ്റായി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഹീറോയിൻ കോളേജിലേക്ക് എനിക്ക് സ്കൂൾക്ക് പോകണം എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഹീറോയിൻ പറയാൻ തുടങ്ങി കോളേജിൽ പോകുമെന്ന് പറഞ്ഞാൽ അയ്യോ അമ്മ എനിക്ക് മറന്നു, ഞാൻ കോളേജിൽ പോകാം എന്ന് പോയി ഹീറോയിൻ ഓടിപ്പോയിരുന്നു. ഇത് അച്ഛനമ്മയ്ക്ക് ചിരിക്കുകയായിരുന്നു. ഇവളെ ഒരു കാര്യം. അങ്ങനെ 7 ബോയ്സ് അമ്മ എവിടെ ഉള്ളത്, ഇത് എയർപോർട്ട്, അങ്ങനെ ഇവിടെ റെസ്റ്റ് എടുത്ത് നമുക്ക് നാളെ പോയിട്ടെത്തും എന്ന് പറഞ്ഞു. ശരിയെന്ന് പിറ്റേ ദിവസം മുമ്പ് 7 പേർ കിടന്നു ഉറങ്ങിയായിരുന്നു. അങ്ങനെ രാവിലെയായി. അങ്ങനെ അവരോടൊപ്പം ഫ്ലൈറ്റിൽ കയറി ഉള്ള പ്ലേസിലേക്ക് വന്നായിരുന്നു. അങ്ങനെ കാർ എടുത്തിട്ട് വലിയ കാറാണ്. ആ കാറിൽ അവർ 7 പേർ വന്നായിരുന്നു. അങ്ങനെ ഓരോന്ന് കാറിൽ വന്നായിരുന്നു. അങ്ങനെ ടോട്ടൽ അങ്ങനെയായിട്ട് അവർ ബാക്കി കാറിൽ വന്നായിരുന്നു. അതിനായിട്ട് വലിയ കാർ, അതിൽ ലഗേജ് അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കാറ് 4-5 കാറ് 4-5-6-7 കാർ കൊണ്ട് വന്നായിരുന്നു. ആ കാറിൽ ഇറങ്ങി 7 പേർ ബോയ്സ് വന്നായിരുന്നു. അവരുടെ അമ്മക്ക് അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ അവരെ ഹക്ക് ചെയ്തായിരുന്നു. അവർ ഇങ്ങനെ ആശീർവാദം അവർ ഇതാക്കിയിട്ട് കണ്ണരിയെല്ലാം പോട്ട് എന്നെല്ലാവരും തോന്നി ഇങ്ങനെ ആക്കിയിട്ട് അകത്ത് വന്നു. എനിക്കൊന്നും അറിയില്ല അങ്ങനെ എന്തോ. അങ്ങനെ അകത്ത് 7 പേർ വന്നായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ എൻ്റെയും സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെ ജിന്ന് പ്ലേസ് നോക്കി ജിന്ന് ഒരുപാട് പറഞ്ഞു. ആരും 7 പേര് സംസാരിക്കാറുണ്ട്. ആൻറ്റി ജിന്നെ പിറ്റി നമ്മളമ്മ ചോദിക്കാറുണ്ടെങ്കിൽ പ്രിയ എവിടെ? അതാ അവൾ കോളേജിൽ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സംഭവം നോക്കാൻ തുടങ്ങി. അതെ, അവൾ കോളേജിൽ പോയിനി, അവൾ കോളേജിൽ ടീച്ചറാണ് എന്ന് പറഞ്ഞു. ഇതോട്ട് വീട്ടിൽ ഷോക്കായിരുന്നു. അത് മാത്രമല്ല ടീച്ചർ മാത്രമല്ല, അവൾ ഫൈനൽ ഇയർ പഠിക്കുകയാണ്. കുട്ടികൾ ഫെസിലിറ്റി ടീച്ചറില്ല, അവൾ ക്ലാസ് മാത്രം എടുക്കും എന്ന് പറഞ്ഞു. ഒരു 6 നോക്കായിരുന്നു. ഫൈനൽ ഇയർ പഠിക്കാം, അതെ ഫൈനൽ ഇയർ പഠിക്കാണ്, പിന്നെ സ്കൂൾ ഫസ്റ്റ് ഇയറൊക്കെ അവൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് വീട്ടിൽ സന്ദർശിച്ച് ചെയ്തായിരുന്നു. അങ്ങനെ അവർക്ക് റൂം കട്ടായിരുന്നു. ആ റൂമിലിരുന്ന് റെസ്റ്റ് എടുക്കായിരുന്നു. ഹീറോയിൻ കോളേജെല്ലാം കഴിഞ്ഞ് ടയർഡായിട്ട് വരാൻ തുടങ്ങി. അമ്മ എന്ത് പറ്റി അമ്മ, എനിക്കൊരു ജ്യൂസ് വേണം, തലവേദന നിൽക്കുന്നതെന്ന് പറയുന്നു. അതിനായിട്ട് ഹീറോയ്ക്ക് ജ്യൂസ് കുടിക്കായിരുന്നു. ജങ്കൊക്കെ ആയിരുന്നു. ഹീറോയിനെ ശ്രദ്ധിക്കായിരുന്നു. ഹീറോയ്ക്കൊന്നും അറിയില്ല. ഹീറോയിൻ കുടിക്കായിരുന്നു. ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാൻ ജങ്കൊക്കെ സൈറ്റ് അടിക്കായിരുന്നു. ജങ്കൊക്കെ സൈറ്റ് അടിക്കായിരുന്നു. ജങ്കൊക്കിൻ്റെ അടുത്ത് വി ഉണ്ടായിരുന്നു. ഇവനെടുക്കാൻ നോക്കുന്നത്. അവരെല്ലാം ഫോൺ നോക്കി എതിർത്ത് നോക്കുമ്പോൾ വി പറയുന്നത് എന്തോ പറയുമായിരുന്നു. ജങ്കൊക്കെ നോക്കിയായിരുന്നു. വി പറയുന്നു. വി ചോദിച്ചു എന്ത് പറ്റി. ഇത് ജിമ്മിന് കേട്ടു. അവർ 3 പേര് ഇതാക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഷോക്കായിരുന്നു. അവർ 3 പേരെ ഇതിനെ വെച്ച് കണ്ണെടുക്കാതെ ഹീറോയിനെ സെറ്റ് അടിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ ഫോൺ എടുത്ത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആറും അത് എന്ന് പറയാം. എന്താ നടക്കുന്നത് അവൾ ബാക്കി നോക്കായിരുന്നു. അത് ഹീറോയിനെ നോക്കിയാൽ വെച്ച് കണ്ണെടുക്കാതെ സൈറ്റ് അടിക്കുക. ഇവൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഇനി അവൾ പറയായിരുന്നു. ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിനെ നോക്കുക സൈറ്റ് അടിക്കുമായിരുന്നു. എന്താ അമ്മ അല്ലടാ അമ്മയെക്കുറിച്ച് അടിച്ചേ. ശരി അമ്മ എന്ന് ആറമ്മിൻ്റെ അമ്മേൻ്റെ കൂടെ പോയായിരുന്നു. ഹീറോയിന് ബാക്കി സൈറ്റ് അടിക്കാൻ വെച്ച് കണ്ണട. ഹീറോയിൻ എന്താ ചെയ്യുന്നത്? ഹീറോയിൻ്റെ പുറക്കുള്ള ജോലി വിട്ട് സൈറ്റ് അടിക്കുക. ഇത് ആറമ്മിൻ്റെ അമ്മ 7 പിറ്റേ ദിവസം അമ്മ ശ്രദ്ധിക്കുമെന്ന് ഹീറോയിൻ്റെ അച്ഛനമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ അവിടെ നടക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല. ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ കോളേജിൽ പോയായിരുന്നു. 7 പേർ മാസ്ക് ഇട്ടവർ പോയായിരുന്നു. ഒരു അർജുൻ പറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. ഹീറോ ഷാക്കായിരുന്നു. എന്താ
നിങ്ങൾ പ്രപ്പോസ് ചെയ്യുക അങ്ങനെ ആ പ്രപ്പോസ് ചെയ്ത് പറയുന്നത് എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമുണ്ട്. അങ്ങനെ ഹീറോയിൻ പോകാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചായിരുന്നു ഹീറോയിൻ പിടിച്ചായിരുന്നു. ഇങ്ങനെ കിസ് ചെയ്യാൻ അടുത്ത് വരുന്നു. ആ ഷുഗൊക്കെ ടെനിഷ് ചെയ്താ എടുത്ത് പോയി മൂക്ക് കൊരു കുത്തിയായിരുന്നു ഷുഗ. ഇതുകൊണ്ട് ആ ചെക്കനൊക്കെ ഷോക്കായിരുന്നു. ആരാ മൂക്ക് കൂടി അവന് കേട്ടായിരുന്നു. നിങ്ങൾ ആരാ എന്നെ തല്ലിയതും. ഷുഗ മൂക്ക് കുത്തിയായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പളൊക്കെ അറിഞ്ഞു. പ്രിൻസിപ്പൾ വന്നായിരുന്നു. പ്രിൻസിപ്പൾ കേട്ടായിരുന്നു ഇതാരാവുന്നത്. സാർ ഇവനെന്നെ തല്ലി, ഇവൻ ആരാന്നെ അറിയില്ലോ. പ്രിൻസിപ്പൾ കേട്ടായിരുന്നു നിങ്ങൾ ആരാണെന്ന്. ഷുഗർ മാസ്കുര് സാർ നിങ്ങൾ അകത്തുവാ സാർ. ബാക്കി മെമ്പർ 6 മെമ്പർ 6 പേര് വന്നിരുന്നു. ആ പ്രിൻസിപ്പളിന് മുറക്കായിരുന്നു. എന്ത് പറ്റും പ്രിൻസിപ്പൽ ചോദിച്ചായിരുന്നു. പ്രിൻസിപ്പളോട് പറയാൻ തുടങ്ങി മാറ്റിട്ട് ഇവരെന്തിനാണ് നിങ്ങൾ ഫ്യൂച്ചർ വൈഫിൻ്റെ പുറകെ നടക്കുക. ഇവൻ മേലെ എൻ്റെ ഫ്യൂച്ചർ വൈഫ് ടോർച്ച് ചെയ്താൽ നിങ്ങളെ ജോലി പോകുമെന്ന് പ്രിൻസിപ്പളെ പറ്റി. അതെ ആ കോളേജ് PTS മെമ്പറുടെ കോളേജാണ്. അയ്യോ പ്രിൻസിപ്പൾക്ക് പേടിയാവും തുടങ്ങി. അയ്യോ എൻ്റെ ജോലിക്ക് അവർ ആപ്പ് വെക്കുമോ തോന്നുന്നു. അവർക്കൊരറിയുന്ന ഒരാളായിരുന്നു. ഓൾറെഡി ഹീറോയിൻ നിറയെ കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ടും അവർക്ക് അറിയുന്ന അവർ അനിയത്തിൻ്റെ മോനാണ് അർജുൻ. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പറയുന്നു ഇപ്പോൾ ഭയങ്കര പേടിയാവും തുടങ്ങിയായിരുന്നു. അയ്യോ സാറേ സോറി സാർ എന്ന് പറഞ്ഞ് അർജുന് വരട്ടായിരുന്നു. അർജുൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ തന്നെ അവളെ കല്യാണം അയക്കും. ഇത് ന്യൂസല്ല, ഇവർക്ക് ഓൾറെഡി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഇങ്ങനെ അവർക്ക് ഒരാളെ വെച്ചായിരുന്നു. അവർ എല്ലാ കാര്യം പറഞ്ഞു. അവർക്ക് ടെൻഷനായി. ആൻറ്റി ഞങ്ങളിവിടെ മാരേജ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. 1 മന്ത് ലീവ് ഇടും. ശരിപ്പാ നല്ല ദിവസം വരുന്നുണ്ട് പറഞ്ഞു. ഹീറോയ്ക്ക് കോളേജ് 1 മന്ത് പോകേണ്ട ലീവ് എടുത്തു. അങ്ങനെ അർജുനിക്കൊന്നും അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ് നല്ല മാരേജുമായി. പിന്നെ ഹീറോയിൻ ഷോക്കായിരുന്നു. മാമ നിങ്ങൾ തന്നെയാണ് മാരേജ് കഴിച്ചതെന്ന് ഹീറോയി ചോദിച്ചായിരുന്നു. അതുകൊണ്ട് സർപ്രൈസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് 7 പേർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് മാരേജ് കഴിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ വീട് വാടിപ്പോയി. അയ്യോ 7 പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാൻ 1 സൈഡ് ലവ് ചെയ്തതൊന്നും തെപ്പൊന്നുമില്ല, ഇവർക്ക് എന്നെ ഒരുപാട് പിടിക്കുമെന്ന് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ 7 പേര് സൈറ്റ് അടിക്കുമായിരുന്നു.